വെനിസ്വേലയ്ക്ക് താക്കീതുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത് ശരി. അപ്പം മൊത്തം നാട്ടുകാർക്ക് മുഴുവൻ, ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ താക്കീത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. ഇന്ത്യക്ക് താക്കീത്, ചൈനയ്ക്ക് താക്കീത്, അങ്ങനെ കണ്ണി കാണുന്ന മുഴുവൻ രാജ്യങ്ങൾക്കും താക്കീത്. ഇപ്പോൾ വെനിസ്വേലയ്ക്കാണത്രേ. US കപ്പലുകൾക്ക് മീതെ പറന്നാൽ വെടിവെച്ചിടുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ 2 ദിവസമായി വെനിസ്വേലയുടെ സൈനിക വിമാനം US കപ്പലിന് മീതെ പറന്നിരുന്നു. കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് ഒരു വെനിസ്വേലിയൻ കപ്പലിനെ US ആക്രമിച്ചിരുന്നു. അമർന കാർത്തികയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അമർന കാർത്തിക, വെനിസ്വേലയുമായിട്ടും പിണങ്ങിയെന്ന് തോന്നുന്നു. നേരത്തെയുള്ള വിയോജിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കപ്പലിന് മുകളിൽ വിമാനങ്ങൾ വന്നാൽ വെടിവെച്ചിടും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നിന്നെ സുട്ടിടുവേൻ എന്നതാണോ നിലപാട് ട്രംപിന്റെ? വെനിസ്വേലയുമായിട്ട് നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകരാജ്യങ്ങളെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം വെനിസ്വേലയ്ക്കെതിരെയുള്ള നീക്കത്തെയും കാണാൻ. വെനിസ്വേലയിലെ മയക്കുമരുന്ന് വ്യാപാരമാണ് പ്രധാനമായും ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. ഇതിൻ്റെ പേരിൽ നേരത്തെ തന്നെ വെനിസ്വേലയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം അമേരിക്ക അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിക്കോളാസ് മറുഡോയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെനിസ്വേലയ്ക്കായാലും ബ്രസീലിനായാലും ഒക്കെ അവരോടൊക്കെ ട്രംപിൻ്റെ നിലപാട് അതുതന്നെയാണ്. പക്ഷേ ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി പറയുന്നത് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിന് വെനിസ്വേല വല്ലാതെ പങ്കുവഹിക്കുന്നുണ്ട്. അത് അമേരിക്കയെ മയക്കുമരുന്ന് വലയത്തിലാകുകയും അതുവഴി ഭരണസിരാ കേന്ദ്രങ്ങളെ അവരുടെ വറുതിയിലാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതിനുവേണ്ടി കോടിക്കണക്കിന് ഡോളറിൻ്റെ മയക്കുമരുന്ന് വ്യാപാരത്തിന് വെനിസ്വേല മുൻകൈയെടുക്കുന്നു അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വെനിസ്വേലയുടെ ഒരു കപ്പൽ അമേരിക്കൻ സൈനികർ ആക്രമിക്കുകയും അത് തീയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മയക്കുമരുന്ന് ഉണ്ടെന്ന് ആരോപിച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കടുത്ത നടപടികൾ കടന്നത്. അതിനെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും വരുന്നത് എന്ന് വേണം കണക്കാക്കാൻ. സൈനിക വിമാനം, വെനിസ്വേലയുടെ സൈനിക വിമാനം അമേരിക്കയുടെ കപ്പലിന് മുകളിലൂടെ അങ്ങോട്ട് പോയ സമയത്ത് ഡൊണാൾഡ് ട്രംപ് വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയെങ്ങാനും പറഞ്ഞാണല്ലോ അഴിച്ചിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡൊണാൾഡ് ട്രംപിന് എന്താണ് പണി? കണ്ടു കാണുന്ന മുഴുവൻ ആൾക്കാർക്കും താക്കീത് കൊടുക്കുക, എല്ലാവരും തനിക്കെതിരെയാണ് എന്നൊരു തോന്നലുണ്ടാവുക എന്നുള്ളതാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. അമേരിക്കക്കാരും പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട് ട്രംപിൻ്റെ ഈ നീക്കത്തിൽ എന്നുള്ളത്.